കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺമഷി ചാന്ത് ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടിയേ പൊട്ടുവള കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺമഷി ചാന്ത് ലിപ്സ്റ്റിക് വാർമുടിയേ വാർമുടിയേ പൊട്ടുവള കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺമഷി ചാന്ത് ലിപ്സ്റ്റിക് വാർമുടിയേ പൗഡർ ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ പൊട്ടുവള കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺമഷി ചാന്ത് ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടിയേ പൊട്ടുവള കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺമഷി ചാന്ത് ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടി ബ്രേസിയേഴ്സ് പാൻറ്റീസ് വലിയവർക്കും വാങ്ങാം ചെറിയവർക്കും വാങ്ങാം വേണ്ടേ അതെ ഈ വക സാധനങ്ങളൊന്നും വളപ്പിനകത്ത് കയറ്റാൻ കൊള്ളില്ല. അമ്മായിയുടെ കുട്ടി അകത്തേക്ക് പോ. അമ്മായി ഒന്ന് കുളിച്ചിട്ട് വരാം. ഈ സൈസ് ഞാൻ എടുക്കൂല. കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺമഷി ചാന്ത് ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടി ബ്രേസിയസ് പാൻറ്റീസ്. എന്താടാ നിന്റെ കാലുമേൽ അമ്മയ്ക്കല് കെട്ടിത്തൂക്കിണ്ടോ? നടന്നവര് നീങ്ങായ ഉമ്മക്കൊന്ന് വിളിച്ചാലോ? ഈ തള്ളക്ക് ചെറിയ പ്രാന്തൊന്നുമല്ല. നീ എന്താണ്ടി കുളത്തിന്റെ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞേ? ഏട്ടൻ ലീവിന് വന്ന് പോയിട്ടില്ല. എന്നാ ഞാൻ പോട്ടെ. എന്തേ അത്രയ്ക്ക് പേടിയാ ഏട്ടനെ? നിന്റെ ചേട്ടന്റെ വിചാരേ ഞാനിതൊന്നും ഒഴിഞ്ഞേറ്റക്കാരനാ. എന്താ ശരിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ ഇളകാണ്ട് അങ്ങേരങ്ങാൻ കണ്ടു കഴിഞ്ഞാ പിന്നെ അത് മതി. ഓ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് ആളുകളുടെ ഫീസ് അടിച്ചു പോണത്. വേണ്ടാന്ന് വിചാരിച്ചാലും എന്നാ പിന്നെ വരും പോലെ വരട്ടെ. എവിടേക്കാ പാഞ്ഞോളൂ ചേട്ടാ? ഒരു പന്നീനെ വെടി വെച്ചോലാണ്ട് എന്താ നീ വരുന്ന? ഞാനില്ല. റുക്കോ 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 പോയവൻ പഞ്ചായത്ത് കണ്ടുപോരുത്. പഞ്ചായത്ത് കണ്ടുപോലും ഇല്ലാഞ്ഞത് അവന്റെ ഭാഗ്യം. കച്ചവടം പോടാ 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 പോടാ.
അതെടുത്ത് വെക്ക്. കടുപ്പത്തിലൊരു ടീ. അടുപ്പത്തൊന്നുമില്ല. ടീ ടീ. അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർക്ക് എടുത്തണ്ടാന്ന്. ഇപ്പൊ കണ്ട ചായക്ക് ആള് വരണത്. ഓടി അവിടുന്ന്. അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല, ഭർത്താവാ. ഭർത്താവ്? വെരി ഗുഡ്. വെള്ളം തരുമോ? ദേ ഇപ്പൊ തരാം. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരമുണ്ടേ. ഓഹോ. ആൾക്കാർ മുഴുവനും അവിടെയാ. ഇത്രയും നേരായിട്ടും കടയിലൊരു ഈച്ച പോലില്ലാത്തന്റെ ചൂടിലെ ആള് അതാ. തീറ്റ മത്സരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ശ്രീ വിനായക സംഘം അവതരിപ്പിക്കുന്ന 12ാമത് തീറ്റ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ഈ പറഞ്ഞത് തന്നെ പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയ നിനക്ക് തന്നെ നല്ലത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവിടെ ശ്രീ വിനായക സംഘത്തിന്റെ 12ാമത് തീറ്റ മത്സരം. അമ്പാളെ തന്നെയാ പെണ്ണ്. പിന്നെ അന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഓളക്ക്. അമ്പാളിന്റെ ഒറ്റ പിടിക്കാനല്ലേ ഇത്. ഇല്ലെങ്കിൽ ഇവിടെ ഇടയിൽ പരിപാടി നടക്കുമോ? നടക്കും. അതാ ഞാൻ പറഞ്ഞത് അമ്പാള് തന്നെ പെണ്ണെന്ന്. അമ്പാള് പെണ്ണാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? എന്ന് വെച്ചാ ഇപ്പളാ ശരിയായത്. ഒന്നാം സമ്മാനം ലൂഡോ. കടന്നു വരൂ. തുടങ്ങാം. നമ്മുടെ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങളുടെ വയറുകൾ കൂടി ഫില്ലായാൽ മത്സരം കെങ്കേമം. ശ്രദ്ധിക്കുക, ആദ്യം 10 ഇഡ്ഡലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 ഇഡ്ഡലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. നീ സാറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കൂടാ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മത്സരം തുടങ്ങുന്നതാണ്. അവിടെ ഇഡ്ഡലി കൊടുക്കൂ. എല്ലാവർക്കും ഇഡ്ഡലി കൊടുക്കുക. ഇവിടെ കൊടുക്കുക. തീറ്റ മത്സരം ആരംഭിക്കുകയായി. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു വെടിയൊച്ച കേൾക്കുന്നതാണ്. വെടിയൊച്ച കേട്ടാൽ ഉടനെ തീറ്റ തുടങ്ങുന്നതാണ്. തീറ്റ മറ്റൊരറിയിപ്പ്. ഘോഷയാത്രയ്ക്ക് എത്തിയ കുമ്പംകളിക്കാരുടെ മാനേജർ പളനിയപ്പൻ കളിക്കാരെ റെഡിയാക്കി നിർത്തേണ്ടതാണ്. തീറ്റ മത്സരം ഉഷാറായി നടക്കട്ടെ. എല്ലാവരും റെഡിയായില്ലേ? സമയേ തമ്പുരു വന്നില്ല. എന്തൊരു കഷ്ടാണേ. ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? നീ ഇത് എവിടെ പോയി കിടക്കടേ ഈ നേരത്തെ? ലിഫ്റ്റിക്കില്ല അണ്ണാ, എല്ലാം ഇവളുമാരെടുത്ത് തേച്ചു. ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? എന്നാവാ ഞാൻ തരാം ലക്ഷം. എന്നാ കാണിക്കും. സമ്മാനം ലൂഡോ. അവശേഷിക്കുന്ന 3 പേരും ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മുൻപന്തിയിൽ നിൽക്കുന്ന എന്താ നമ്മുടെ എന്താ പേര്?
ആ പേരുകാരൻ മുൻപിട്ടിരിക്കുന്നു. ഇതാ വെടിപൊട്ടി. വെടിപൊട്ടി. അവകാശിയെ കണ്ടെത്തിയിരിക്കുന്നു. ഇന്നത്തെ മത്സരത്തിന്റെ വിജയി. അക്ബർ. ഇതങ്ങണ്ട് പിടിപ്പിക്കേ. വെങ്കിടിയെ, നീ ഞങ്ങളുടെ സ്വത്താണ്ട. ഇന്ന് മുതൽ നീ ഇവിടുത്താരനാ. പിന്നെന്താ പ്രശ്നം? ഇനി ഇവിടെ മതി നിന്റെ കച്ചവടമൊക്കെ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. അതുപോലെ അതാണ് താമസിക്കാൻ ഒരു വീട്, നല്ലൊരു വീട് ഞാൻ ശരിയാക്കി തരും. ഞാൻ തരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് വീട്? ഇവിടെ ഷാപ്പിൽ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പാളിന്റെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമ്മുടെ അമ്പാൾ അല്ലടാ പന്നി, എന്റെ അമ്പാള്. അവളെ കെട്ടിയോനെ ഞാൻ. എനിക്കെന്താ ഒരു വിലയുമില്ലേ? ആ വീട് പപ്പൻ ചോദിച്ചാ കിട്ടും. അത് ഞാൻ ചോദിക്കാം. ഞാൻ ചോദിച്ചാ കിട്ടും. ആ വെങ്കടേ, നിനക്ക് കൂട്ടുവാണെങ്കിൽ അവനെയും കൂട്ടിക്കോ. ബെസ്റ്റ് കടി. ചിറ്റമൃത തിന്നല്ലോ. വീടൊക്കെ വൃത്തിയാക്കി. ഇതാ ഞാൻ പറഞ്ഞ വില്ല. ഓ എങ്ങനെയുണ്ട്? ഇഷ്ടായ? ഇതൊന്നും അല്ല. വാ എന്നാ ഇത് ഉറപ്പിച്ചോ? തമ്പുരോ. അല്ല ഇതാര്? എവിടെയായിരുന്നു? കേറുക. നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ചുറ്റുമുള്ള മാറാല തട്ട, പിന്നെ ഈ ചപ്പ് ചവറ് കൂട്ടിയിട്ട് പുറത്തുകൊണ്ട് കത്തിക്കാം. അത് കഴിഞ്ഞ ഈ വീട് മൊത്തം അടിച്ച് തളിച്ച് വൃത്തിയാക്കാം. എന്നാ തുടങ്ങാല്ലേ? അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഇതിന് ശരിയാവില്ല. ഓ ഓ ഓ, ഇതോടെ കൊണ്ടുപോക്കോ. ചെല്ല്. തമ്പുരു ആളൊരു പാവാണ്. 10-14 കൊല്ലായ പളനിയപ്പന്റെ കൂടെ കുമ്മങ്ങളെ കൂടിയിട്ട്. കൂട്ടിനൊരാളിരിക്കട്ടെ. പിന്നെന്താ, പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. എന്താണ് ഇവിടെ ഒരു ബഹളം? നിങ്ങൾക്ക് പുതിയ അയൽക്കാരൻ വന്നിരിക്കണ്. നമ്മുടെ വെങ്കിടിയാ ഇന്നു മുതൽ ഇവിടെ താമസം. നന്നാകും. എന്താടാ കുറങ്ങ എത്ര ചിരിക്കാൻ? ഒന്നുമില്ലാന്നേ. ഓ ഒരു ചിരി. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഉണ്ടാടിക്കണോ? ചെവിയാക്കും കോണക്കം തെറ്റിച്ചു. ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്. എടുത്ത് വലിയ കുഴപ്പമില്ല. ഓ ഇവിടെ ഇല്ലപ്പ. വീട് വൃത്തിയാക്കിയ വകയിലേ അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത്? മറ്റതേ പോരാ. ഓ ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളൂ. അപ്പൊ പറ വെങ്കിടി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, 2 സഹോദരിമാര്, അവരുടെ കുട്ടികൾ. ലക്ഷങ്ങൾ എനിക്ക് സമ്പാദ്യമുണ്ട്. പക്ഷേ കടവിട്ടാണെന്ന് മാത്രം. 7 പേരുള്ള കുടുംബത്തിലുള്ളവരെ പട്ടിണി കിടാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എനിക്ക് ഈ കച്ചവടം. ഹലോ, ഈ കൊടുക്കണ്ട. ആട്ടവിന് കൊടുക്കണ്ടോന്ന്. പിന്നെ ഇവന്റെ മുഖം കണ്ട അറിയാൻ പാടില്ല ഇവനൊരു അടവുകാരനാണ്. കാര്യമായിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെങ്ങന്മാരെ 2 പേരുടെ കല്യാണം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. ഒറ്റയ്ക്ക്.
എങ്ങനെ ഒത്തിട്ടെന്ന് അറിയാൻ പാടില്ല. രണ്ടളിയന്മാരും വേസ്റ്റ്. പക്ഷെ പിള്ളേരുണ്ടാക്കുന്ന കാര്യത്തില് രണ്ടാളും അത് വേണമല്ല. കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം അതേ ഡേറ്റിന് പേര്, പേര്. പിറ്റേ വർഷം അതേ ഡേറ്റിന് പിന്നെ പേര്. പേറ്റ് ചെലവിന് കാച്ചുണ്ടാക്കി എന്റെ തന്തല്ലൊടിഞ്ഞ്. ഇപ്പ രണ്ടാളുടെയും ഒരഡ്രസ്. അതെന്താണ് രണ്ടുപേരും ഇട്ട് വെച്ചോയാ? ചോദിച്ചു മനസ്സിലാക്കി. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവാ. ഒന്ന് തടഞ്ഞാ മതി. ആ അത്രേ ഉള്ളൂ. നിനക്കൊന്നും കളിയില്ലേ? അപ്പൊ ശരി. അയ്യോ അമ്പാള്. അതിനെന്താ? അതെ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ, അത് സമ്മാനം കിട്ടിയ വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്. വേശ്യയാണ് കണി. പൊക്കോ പൊക്കോ. അമ്പാളെ എന്തൊരു ബഹളായിരുന്നു ഇന്നലെ. മത്സരം ജയിച്ചതിന് സന്തോഷാർന്നായിരിക്കുമല്ലേ? എന്നാ പിന്നെ ശരി ശരി. എന്നാലും അമ്പാളെ നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്? നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തല കണി കാണിക്കാനായിട്ട്. അതിനൊക്കൂല്ല ഞാന്. ശാമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ എന്താണ് ഞാൻ മറ്റുള്ളവരുടെ കൂടെ പോണ കണ്ടത്? നടക്കുമ്പോ നിന്റെ മനസ്സിലിരിപ്പ് ഇതാർന്നല്ലേ? ഒരു വലിക്കാരൻ വലി. അതെ, ഓരോന്നും മനസ്സിലിട്ടോണ്ട് വർത്താനം പറഞ്ഞ എനിക്ക് വല്ലതും മനസ്സിലാവും. നീ വിചാരിക്കണത് എനിക്ക് മനസ്സിലാവുണ്ട്, ഞാൻ വിചാരിക്കണത് നിനക്ക് മനസ്സിലാവുണ്ട്. എന്റെ മുമ്പിൽ വല്ലാണ്ട പൊട്ടം കളിക്കല്ലേ. കൺമഷി, ചാന്തുപൊട്ട, ലിപ്സ്റ്റിക്, വെപ്പുമുടികൾ, വെള്ളി പാദസരങ്ങൾ, നല്ല ബനാറസ് കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ, വളകൾ, കമ്മലുകൾ. വെപ്പുമുടികൾ, വെള്ളി പാദസരങ്ങൾ, ബനാറസ് കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ. സാരികൾ എടുത്തോണ്ട് പോ. 70 കാരികളെ 17 കാരികളാക്കുന്ന വിവിധ നിറത്തിലുള്ള, പ്രത്യേക തരത്തിലുള്ള, പല അളവുകളിലുള്ള വിലയോ തുച്ഛം, ഗുണമോ എന്താ വേണോ? പോയി ചേട്ടൻ. എന്താ ഇതിന്റെ വില? എന്താ ഇതിന്റെ വില? എന്ത്? എത്ര വേണമെങ്കിലും എടുത്തോ. പ്രേമോ സ്നേഹമൊക്കെ ആവശ്യത്തിന് മതിയെന്ന് കൂടി പോയാലേ മോശമാണ്. എണീച്ച് പോന്ന് നാട്ടുകാർ കാണുന്നുണ്ട്. എണീച്ച് പൊടി. എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. പിന്നെ മുഖത്തെന്താ ഒരു വാട്ടം? അതെ, മറ്റേ ആ പെണ്ണിന്റെ നോട്ടം ചിരി എനിക്ക് അത്ര പിടിക്കണില്ല കേട്ടോ. ഓളെ എന്താ ഓളുടെ ഒരു നല്ല A ക്ലാസ് മത്തി, ഉപ്പുമില്ല മുളകുമില്ല. വെറുതെ കാശ് പറ്റിക്കാൻ നിൽക്കാണ് സ്വാമി. മതി. ഇപ്പൊ കഴിക്കണില്ലേ? വേണ്ട. എന്റെ സ്വാമി, നിങ്ങളുടെ മീൻകറി വളരെ മോശമാണ്. മൂപ്പർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഏട്ടയ്ക്കൊക്കെ ഭയങ്കര കാശാ, മത്തേ ഉള്ളൂ. ഇതിന് കാശേ തരില്ല ഞാൻ. പാദസരം, വള, മാല, കമ്മൽ എന്ത് വേണമെങ്കിലും തരാം. പൈസ ഇല്ലേ? അതൊന്നും കുഴപ്പമില്ല, പിന്നെ എപ്പോഴും തന്നാ മതി.
എന്താ എങ്ങനെ നല്ല മത്തിക്കറി ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. ഇവിടുന്ന് പോണ വഴിക്ക് നമുക്ക് ലേശം മീനും വാങ്ങാം. ഇങ്ങനെ മത്തിപ്രാന്നുണ്ടങ്ങ് പറഞ്ഞ പോരെ എന്നോട്. മത്തി അരച്ചത്, മത്തി പൊരിച്ചത്, മത്തി മുളകിട്ടത്, മത്തി പോലത്തിയത്, ഏത് വേണമെങ്കിലും ഉണ്ടാക്കി തരില്ലേ ഞാൻ. അയ്യോ, എപ്പോ വന്നു? പണി പറ്റിച്ചല്ലേ? ആഹാ, ഇത് സാമിയുടെ കടയിൽ നിന്ന് കഴിച്ച പോലെയാവില്ല. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. മണം കൊള്ളാം. ആ, ഇതാണ് ഈ കൈപ്പുണ്യമുള്ളവർ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചി മണമൊക്കെ ഇരിക്കും. ഇത് മൊത്തം ഞാൻ തന്നെ അങ്ങ് തിന്നും. തിന്നോ? അതിനു വേണ്ടിയല്ലേ ഞാനിതൊക്കെ ഉണ്ടാക്കണത്. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കാം. കഴിക്കടാ. ഞാൻ കഴിക്കാം. വെച്ചുണ്ടാക്കിയ ആളുടെ മനസ്സ് നിറയണത് മറ്റുള്ളവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോഴാ. എങ്ങനെയുണ്ട്? സൂപ്പർടാ, സൂപ്പർ. 1 കിലോ കൂടെ വാങ്ങിക്കായിരുന്നല്ലേ? എന്തിനാടാ തൂറ്റിൽ പിടിച്ച് ചാവാനാ? എല്ലാം പാകത്തിനെ പറ്റൂ. എന്നാലും ഒന്നുകൂടെ കഴിക്കും. ഞാൻ കഴിക്കോളാം. വേണ്ട, ഞാൻ കഴിക്കോളാന്ന് പറഞ്ഞാലും കേൾക്കില്ല. വേണ്ടെന്ന് ഞാൻ കഴിക്കോളാന്ന്. ഞാൻ കഴിക്കോളാന്ന് പറഞ്ഞില്ലേ? വിട്. ശരി.